പക്ഷിപ്പനി മൂലം കൊന്നൊടുക്കിയ വളർത്തുപക്ഷികൾക്കുള്ള നഷ്ടപരിഹാരം കാത്തിരുന്ന കർഷകർക്ക് ലഭിച്ചത് സർട്ടിഫിക്കറ്റ് മാത്രം. ആലപ്പുഴയിൽ മന്ത്രി ചിഞ്ചുറാണി നഷ്ടപരിഹാര വിതരണത്തിന്റെ ഉദ്ഘാടനം നടത്തിയെങ്കിലും പണം ലഭിക്കാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കണം. പ്രതിസന്ധി മറികടക്കാൻ ബജറ്റിൽ പദ്ധതികൾ നടപ്പാക്കിയില്ലെന്നും ആരോപണം. നിരവധി താറാവുകളെയാണ് ആലപ്പുഴയിൽ പക്ഷിപ്പനി മൂലം കൊന്നൊടുക്കിയത്. നഷ്ടപരിഹാരം വൈകി ഉപജീവന മാർഗം നഷ്ടപ്പെട്ട് സമരപ്രഖ്യാപനവുമായി എത്തിയ താറാവ് കർഷകർക്ക് ആശ്വാസമായിട്ടായിരുന്നു മൃഗസംരക്ഷണ വകുപ്പ് എല്ലാവർക്കും ഒരാഴ്ചയ്ക്കകം പണം അനുവദിക്കുമെന്ന ഉത്തരവിറക്കിയത്. വൻ പ്രചരണം നടത്തി ഫെബ്രുവരി 6-ാം തീയതി നഷ്ടപരിഹാര വിതരണ ഉദ്ഘാടനവും നടത്തി. തിരഞ്ഞെടുത്ത കർഷകർക്ക് വേദിയിൽ വെച്ച് സർട്ടിഫിക്കറ്റ് മാത്രം നൽകി. പണം കൈപ്പറ്റിയതായി കർഷകരിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു. എന്നാൽ ആരുടെയും അക്കൗണ്ടിൽ പണമെത്തിയില്ല. 60 ദിവസത്തിന് ശേഷം കൂടുതലുള്ള താറാവുകൾക്ക് കൊടുക്കുന്നത് വെറും 200 രൂപയാണ്. ആ സമയത്ത് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന 750 രൂപയാണ്. അപ്പോൾ 750 രൂപ കിട്ടേണ്ട സ്ഥാനത്ത് വെറും 200 രൂപ മാത്രമായി കൊടുക്കേണ്ട സാഹചര്യത്തിൽ പോലും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 200-ൻ്റെ 12% വെട്ടിക്കുറച്ചു. അപ്പോൾ 12% വെട്ടിക്കുറച്ചൊരു തുകയാണ് ഇപ്പോൾ ചെക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഈ ചെക്ക് പലരും ബാങ്കിൽ കൊണ്ടു കൊടുത്തതിന് ശേഷം ബാങ്കിൽ ഇതുവരെ പൈസ ആയിട്ടില്ല, ബാങ്കിൽ എത്തിയിട്ടില്ല പൈസ. 2024 പക്ഷിപ്പനി ബാധിച്ച ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി 3.06 കോടി രൂപയാണ് മൃഗസംരക്ഷണ വകുപ്പ് നഷ്ടപരിഹാരമായി നൽകുന്നത്. മുൻപ് പ്രഖ്യാപിച്ച തുകയേക്കാൾ 12% കുറവാണ് ഈ തുക. ബജറ്റിൽ മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്ന പദ്ധതികൾ ഇല്ലാത്തതിലും കർഷകർക്ക് നിരാശ. പക്ഷിപ്പനി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി ഉള്ള റെസ്ട്രിക്ഷൻ എന്നുള്ള നിലയിലാണല്ലോ ഈ ഡിസംബർ 31 വരെ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നത്. ഈ നിരോധനം അതുകൊണ്ടാണല്ലോ ഉണ്ടായത്. ആ നിരോധനം ഉണ്ടാക്കാൻ തീരുമാനമെടുത്തൊരു ഗവൺമെൻറ് വരാൻ പോകുന്ന നാളുകളിൽ ഈ പക്ഷിപ്പനി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യണം അതിനെക്കുറിച്ച് പരിശോധിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ബോധ്യമുള്ള ഒരു ഗവൺമെൻറ് സ്വാഭാവികമായി ഈ ബഡ്ജറ്റിൽ എന്ത് ചെയ്യണം, ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയാൻ എന്തൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഇത്രയും നാൾ കഷ്ടത്തിൽ നിന്ന് കഷ്ടത്തിലേക്ക് വളരെ ദയനീയമായൊരവസ്ഥയിലേക്ക് ജീവിതം മാറ്റിയ സാഹചര്യത്തിൽ ഇവരെ എങ്ങനെയാണ് അവരുടെ ജീവിതം വീണ്ടും ക്രമപ്പെടുത്താൻ കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഗവൺമെൻറ് ആലോചിക്കണ്ടേ. ഇതൊന്നും ഗവൺമെൻറ് ആലോചിക്കുന്നില്ല. എന്നാൽ നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്ന വാർത്തകൾ പുറത്തുവന്നതോടെ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന കമ്പനികൾ പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ട് കർഷകരെ സമീപിക്കുന്നുണ്ട്. നഷ്ടപരിഹാരം ലഭ്യമാക്കാതെ എങ്ങനെ പണം നൽകുമെന്നാണ് കർഷകരുടെ ആശങ്ക. ന്യൂസ് മലയാളം, ആലപ്പുഴ.